ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ജനുവരി 30 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന തുടരും റിലീസ് ഡേറ്റ് മാറ്റിയപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് സങ്കടപ്പെട്ടു. കാരണം നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമ, ലാലേട്ടൻ്റെ ഇനി വരാനുള്ളതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയായിരുന്ന തുടരും റിലീസ് ഡേറ്റ് മാറ്റി വെച്ചപ്പോഴത്തേക്കും ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഫാൻസുകാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പം ഉർവശി ശാപം ഉപകാരം എന്ന് പറയും പോലെ നമ്മുടെ എമ്പുരാൻ്റെ ഇത്രയും വലിയൊരു വിജയം, ഓവർസീസിലും കേരളത്തിലാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു വിജയം എന്ന് പറയുന്നത് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. നല്ല രീതിയിൽ ബാധിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്നത്, നല്ല രീതിയിൽ അത് ഭവിക്കും. കാരണം തുടരുമെന്ന് പറഞ്ഞ സിനിമ ഒരു ചെറിയ താരതമ്യേന ഒരു ചെറിയ ചിത്രമാണ്. ലാലേട്ടൻ്റെ ചിത്രങ്ങളൊന്നും ചെറിയ ചിത്രങ്ങളല്ല. ഇത് ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്കും അത് ഒരുവിധം നല്ല രീതിയിലുള്ള ബഡ്ജറ്റുള്ള സിനിമയായിരിക്കും. പക്ഷേ എന്നാൽ പോലും താരതമ്യേന ലാലേട്ടൻ്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു മീഡിയം ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് അന്ന് ജനുവരി 30 ഇറങ്ങിയിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ മാർക്കറ്റ് വെച്ചിട്ട് ആ സിനിമയ്ക്ക് അത്ര വലിയ ബിസിനസ് നടക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു. കാരണം എമ്പുരാന് മുമ്പായിരുന്നു അത് റിലീസ്. അപ്പം ലാലേട്ടൻ്റെ ഇതുവരെയുള്ള ചിത്രങ്ങൾ നമുക്കറിയാം, 4-5 വർഷം കൊണ്ട് കുറച്ച് സിനിമകളൊക്കെ പരാജയമായിരുന്നു. അപ്പോൾ ഓവർസീസ് ബിസിനസ്സുകളൊന്നും നല്ല രീതിയിൽ നടക്കാൻ സാധ്യത ഇല്ലായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ജനുവരി 30 ഇറങ്ങിയിരുന്നെങ്കിൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ലാലേട്ടൻ്റെ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത് 20 കോടി രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടിയിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം 30 കോടി രൂപയ്ക്കാണ് അവരവിടെ ഓവർസീസ് റൈറ്റ്സ് എടുത്തത്. ഇപ്പോൾ 50 കോടി രൂപ അവർക്ക് അവരുടെ ഷെയറായിട്ട് തന്നെ കിട്ടിക്കഴിഞ്ഞു. അതായത് 20 കോടി രൂപ അവർക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ജനുവരി 30 ഇറങ്ങുമ്പോൾ ഓവർസീസ് റൈറ്റ്സ് എത്രയാണോ പോകുന്നത് അതിൻ്റെ ഒരു 5 കോടി രൂപയെങ്കിലും കൂടുതലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് നമ്മുടെ ഓവർസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ദുബായ്, ഗൾഫ് കൺട്രീസ് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിൽ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള സ്വീകാര്യത കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ എമ്പുരാൻ ഇറങ്ങി അവിടെ അത്രയും എഫക്റ്റ് ആയിട്ടുണ്ട്. വേറെ വെളി രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്നുള്ള റെക്കോർഡ് 5 ദിവസം കൊണ്ട് തന്നെ കരസ്ഥമാക്കിയ ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അപ്പം അതിലെ നായകനായ മോഹൻലാൽ അടുത്തൊരു സിനിമയുമായി എത്തുമ്പം ആ സിനിമയ്ക്കും അത്രത്തോളം സ്വീകാര്യത കിട്ടും അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്വീകാര്യത അത്രത്തോളം ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബാക്കിയുള്ള ബിസിനസ് നടക്കുന്നതിൻ്റെ അത്രയൊന്നും തുടരും നടന്നില്ലെങ്കിൽ പോലും തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അന്ന് ലഭിക്കേണ്ടതിനേക്കാളും ഒരു 20% കൂടുതൽ ബിസിനസ് ഇപ്പം, അതായത് ഇനി ഇറങ്ങാൻ പോകുന്ന മെയ് 8 തോന്നുന്നു റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. മെയ് 8 ഇറങ്ങുമ്പോഴത്തേക്ക് എമ്പുരാൻ്റെ ആവേശമൊക്കെ ഒന്ന് കത്തി അമർന്നതിന് ശേഷം മെയ് 8 വീണ്ടും തുടരും വേൾഡ് വൈഡ് റിലീസ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വലിയൊരു വിജയം നേടാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കിടപ്പുണ്ട്. അപ്പം ഫാൻസുകാരൊട്ടും സങ്കടപ്പെടേണ്ട. അപ്പം നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അടുത്തൊരു സൂപ്പർ ഐറ്റം വരുന്നുണ്ട്. എമ്പുരാനൊന്നും ഒന്നുമല്ല എന്നാണ് കേട്ടത്. തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഇപ്പം വെളി വന്നിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ട്രെയിലറിൽ ചെറിയൊരു അംശം ഇട്ടിട്ടുണ്ട്. കാറ് കിട്ടില്ലെങ്കിൽ അയാളുടെ കിളി പറക്കും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമയും അത്രത്തോളം വലിയ വിജയമാവാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞത് 5 ദിവസം കൊണ്ട് 100 കോടി നേടിയില്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ടെങ്കിലും 100 കോടി ഉറപ്പായി നേടുമെന്ന് ഉറപ്പുള്ള ചിത്രമാണ് തുടരും. ഓക്കെ, നന്ദി, നമസ്കാരം.